വിയർ അനൂപ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുന്നു. വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന രൂപത്തിൽ അതിനെ കാണാം. പക്ഷേ നിങ്ങളെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വോട്ടെടുപ്പ് സമയം കഴിയുന്നതിന്റെ അവസാന മണിക്കൂറിൽ അദ്ദേഹം എത്തുന്ന ഒറ്റയ്ക്കല്ലെന്നേ. നിങ്ങൾ പുറത്താക്കിയ കോൺഗ്രസിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവിന് ആരൊക്കെയാണ് കൂട്ടായി അവിടെ പോയിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസിലെ അവിടുത്തെ നേതാക്കൾ, KSUയിലെ അവിടുത്തെ നേതാക്കൾ. അപ്പോൾ ഇപ്പോഴും അണികളുമായി ചേർന്ന് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുമായി ചേർന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ ആത്മവിശ്വാസം കണ്ടല്ലോ. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഇത് ഭരണപക്ഷത്തെയോ സർക്കാരിനെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നത്. അത് നിങ്ങൾക്ക് നേർക്കാണ്. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അല്ല, അതിലേക്ക് ഞാൻ വരാം സ്മൃതി. തീർച്ചയായും അത്തരം കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കും. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിലും സ്ത്രീ എന്നുള്ള നിലയിലും സ്മൃതി നടത്തുന്ന വിമർശനങ്ങൾ, അതുപോലെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായി കാരശ്ശേരി മാഷയെ പോലൊരാൾ നടത്തുന്ന വിമർശനങ്ങൾ, അതിനൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും സ്വാംശീകരിക്കുകയും ചെയ്യും. പക്ഷേ CPMന്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ചർച്ചയിൽ നിന്ന് പോകാൻ കഴിയില്ലല്ലോ. അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറയുകയാണേ, ദേശാഭിമാനി പത്രം അവരെ പുകഴ്ത്തി മുഖപ്രസംഗം എഴുതില്ല എന്ന്. ഏത് ദേശാഭിമാനി? ആന്തൂരിലെ സാധനത്തെക്കുറിച്ച് സ്മൃതിക്ക് ഓർമ്മയില്ലേ? ഇവരുടെ പാർട്ടിക്കാരനായിരുന്ന, പാർട്ടി ബന്ധുവായിരുന്ന, പാർട്ടിക്ക് സംഭാവനകൾ കൊടുത്തിരുന്ന ആന്തൂർ സാജൻ ഇവരുടെ തന്നെ കെടുകാര്യസ്ഥതയുടെ ഇരയായി ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദപരമായ ദുസ്സൂചനകൾ നൽകി മരിച്ച ആളെയും കുടുംബത്തെയും വീണ്ടും കൊല്ലാക്കൊല ചെയ്ത ദേശാഭിമാനിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിരിക്കണോ? ഇവിടെ കൃത്യമാണെന്ന്. CPMന്റെ ഇരട്ടത്താപ്പാണ്. ഇരട്ടത്താപ്പിന്റെ കൊടുമുടിയിലാണ് CPM. ഇവർ പറയുന്നത് എന്താ? ഇവർ പറയുന്നത് ഞങ്ങൾ അത് അത്ര ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന്. ഗുരുതരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നതിലും ഗുരുതരമാണ്. സർക്കാരിന്റെ ബിസിനസ് നടത്തിയ ആളാണെന്നേ. സർക്കാരിന്റെ ഭാഗമായി സർക്കാരിന് വേണ്ടി ചലച്ചിത്ര സ്ക്രീനിങ് നടത്തിയ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സർക്കാർ നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി സർക്കാർ പദവി ഉപയോഗിച്ച് നടത്തിയ കൃത്യമാണ്, ക്രൈമാണ്, കുറ്റകൃത്യമാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളത് ചോദിച്ചത് ഞാനത് പോസിറ്റീവായി എടുക്കുന്നു. കോടതി വിധി ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുമായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള അവകാശം സ്മൃതിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് CPMനോട് ചോദിക്കട്ടെ, രാഹുലിന്റെ കേസ് ഇല്ലായിരുന്നെങ്കിൽ PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ ഇപ്പോൾ പോലും എടുത്ത നിലപാട് നമുക്കറിയാം. കേവലം ഒരു FIR ഇടുന്നതിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുപോലും ഉണ്ടാകുമായിരുന്നോ? ഇവിടെ കാരശ്ശേരി മാഷ് തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. CPM ഇതിൽ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ധാർമ്മികമല്ല എന്നുള്ളത് ആർക്കറിയാത്തത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അടക്കം പരാതികൾ കൈകാര്യം ചെയ്യേണ്ട P.ശശി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ലെന്നേ. പിന്നെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇവിടെ തുടക്കം മുതൽ ഈ ചർച്ചയുടെ തന്നെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് എന്താ? KPCC പ്രസിഡന്റ് പറയുന്നു വെൽ ഡ്രാഫ്റ്റഡ് ആയ കംപ്ലൈന്റ് ആണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈന്റ് ആയാൽ എന്താ കുഴപ്പം? അത് രണ്ടും സത്യമല്ലേ? ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നു വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന്. അല്ല, ഞാൻ പറയട്ടെ. KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തേണ്ട ചുമതല നടത്തിയതിനു ശേഷമല്ല അദ്ദേഹം പറയുന്നത്. നിങ്ങൾ നല്ല രൂപത്തിൽ ക്ലാരിറ്റി വരുത്തിയ ഒരു കാര്യത്തിൽ വീണ്ടും സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല എന്ന് കരുതാൻ പറ്റുമോ? കേൾക്കുന്നവർക്ക് അങ്ങനെയല്ല തോന്നുന്നു. ഒരിക്കലും അല്ല സ്മൃതി, ഞാനത് വിശദീകരിക്കാം. എനിക്ക് അങ്ങ് സമയം തരികയാണെങ്കിൽ, എൻ്റെ സംസാരത്തിനിടയ്ക്ക് അങ്ങ് ഇടപെടുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇവിടെ മുൻ നിലപാടിന് റദ്ദ് ചെയ്തുകൊണ്ടല്ലെന്നേ KPCC പ്രസിഡന്റ് സംസാരിച്ചത്. ഇപ്പോൾ ഈ കോടതി ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണെന്ന് പറയാൻ കഴിയുമോ? ആദ്യ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച അതേ കോടതി തന്നെയാണല്ലോ ഈ കേസിന് ചെയ്തത്. കോടതി ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കോടതി രാഹുലിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒന്നാണെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ KPCC പ്രസിഡന്റ് ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ഇതിനകത്തുള്ള സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെതിരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചോദിച്ചത് എന്താ? അതിജീവിതയ്ക്ക് നിയമസഹായം ചോദിച്ചാൽ, ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു സ്ത്രീ പരാതിയുമായി വന്നാൽ ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഞാനത് നന്നായി ഡ്രാഫ്റ്റ് ചെയ്യും. ഈ സെക്ഷൻസ് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഈ സെക്ഷൻസ് നിൽക്കുന്ന തരത്തിലത് പറയാൻ ശ്രമിക്കും. അതിലെന്താണ് പ്രശ്നം എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അപ്പൊ ഇതിനെ ഒരു വലിയ ആശയപരമായ പ്രശ്നമായും അതിനകത്ത് കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറം
ഞങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ CPM-ന്റെ ഇതിനോടുള്ള സമീപനം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇരകൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ മുൻ MLA, പ്രവാസി സംഘത്തിന്റെ നേതാവ്, പോഷക സംഘടനയുടെ നേതാവ്, അതുമാത്രമല്ല കൈരളി ചാനൽ ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവച്ചാൽ ഒരു MLA എന്നതിനുപരം സാംസ്കാരികമായി CPM-ന്റെ ഒരു സാംസ്കാരിക പ്രതിനിധിയും സാംസ്കാരിക നായകനും അയാൾ എവിടെ പോയി? സാംസ്കാരിക നായകർ പുകാസ എവിടെ? ഇടതുപക്ഷത്തിൽ ഒപ്പിടുന്ന ആളുകൾ എവിടെ? ഇതൊക്കെ കൃത്യമല്ലേ? ചോദ്യങ്ങൾ വളരെ കൃത്യമല്ലേ? അപ്പൊ ഈ ഇരട്ടത്താപ്പിന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നേ ഇവരെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് CPM-ന്റെ സ്ത്രീപക്ഷ നിലപാട് ഉരച്ചു നോക്കുന്ന സമീപനമല്ല, മറിച്ച് CPM അഭിമുഖീകരിക്കുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങൾ, ഈ ഗവൺമെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ മറച്ചു വെക്കാനാ. ഞാൻ പറഞ്ഞതിന് ഇപ്പോഴും ഈ പറയുന്ന ദേശാഭിമാനിയെ കുറിച്ച് പറഞ്ഞതിന് CPM പ്രതിനിധിക്ക് മറുപടി ഉണ്ടോ? പക്ഷേ ഈ വൈരുദ്ധ്യങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ടിയിലെ വനിതാ നേതാക്കൾക്ക് ഇതിലൊരു കൃത്യമായ ഉത്തരം കൊടുക്കൂ. അതാണ് അവിടെ ചോദ്യമായി നിൽക്കുക. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.